ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാവും അല്ലേ? നമ്മൾക്കും സുഖമാണ്. പെണ്ണൂൻ്റെ അവിടെ വലിയോളെ മൂത്തച്ഛൻ്റെ വീട്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടെ പോയി 4 ദിവസം നിന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ പൂരവേദനയൊക്കെ ആയിട്ട് 4 ദിവസമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഇന്നലെയായിട്ട് സുഖമുണ്ട്. അപ്പം അങ്ങനെ കിച്ചണിലൊന്നും വീഡിയോ ഒന്നും എടുക്കലില്ല. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനെ തുടങ്ങണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ. അപ്പം ഇനി കറി ഉണ്ടാക്കട്ടെ കേട്ടോ. ഒരു കുമ്പളങ്ങ കഷ്ണമുണ്ട്, ചെറിയമ്പുണ്ട്. അത് ഇട്ടുങ്ങാണ്ട് ഒരു കറിയും കൂട്ടാനൊക്കെ ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിയിട്ട് വേണം കുളിച്ചാനൊക്കെ. ഇവിടെ വീട്ടിൽ അപ്പുറത്ത് നാത്തൂനും കുട്ടികളൊക്കെ വിരുന്ന് നിൽക്കണം കേട്ടോ. 2-3 ദിവസം മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോയതാ. അതുകൊണ്ട് ഒച്ചയും പുളിയൊന്നും ഇല്ല. ഓലുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേറിയില്ല. മൂച്ചയൊക്കെ പൂക്കൽ തുടങ്ങിയില്ലേ? അമ്മക്കും ഇവിടെ ഒരു മൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞുറി നല്ലോണം പൂവിട്ടിരുന്നു. പക്ഷെ നല്ല പൊടിക്കാറ്റടിച്ചപ്പോൾ ആ പൂവൊക്കെ കരിഞ്ഞു പോയി. പിന്നെ ഒരു 10 മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇക്കുറി പിന്നെ മേലെ അവിടെ ഇവിടെയൊക്കെ ഓരോ പൂ ഇങ്ങനെ കാണാണ്ട്. അപ്പം ഇനി പോയി കറി ഉണ്ടാക്കട്ടെ. ഇങ്ങോട്ട് വേണം കുളിച്ചാനൊക്കെ. ചെറിയമ്പ കേട്ടോ. പാടത്തുനിന്ന് പറിച്ചു വിടുന്ന ചെറിയമ്പ. ഇതുകൊണ്ട് ഇതുകൊണ്ട് കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാവില്ലല്ലേ? നല്ല രസമാട്ടോ. അതിൽ കുമ്പളങ്ങ കറുത്തൊക്കെ ഇട്ട് വെച്ച കൂട്ടാനാക്കി വെക്കുക, അല്ലെങ്കിൽ കുറച്ച് കറിയാക്കി വെക്കുക. നല്ലൊക്കെ നല്ല ടേസ്റ്റ് ഇല്ലതാ. ചിലർക്ക് ഇപ്പോഴത്തെ ചിലർക്കൊന്നും ചെറിയമ്പ് പറ്റൂല, ചേമ്പന്നെ പറ്റൂല. നമുക്കൊക്കെ ഇത് ചെറുതായി നന്നേ കൂട്ടി പരിചയം ഉണ്ടായതുകൊണ്ടേ ഇതായാൽ മതി, അത്ര തൃപ്തിയാണ്. അപ്പം ഇനി ഇതുകൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ മക്കളെ കറിയൊക്കെ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇനി ചേമ്പ് നന്നാക്കട്ടെ. അറിഞ്ഞില്ല, ഞാൻ ചേമ്പൊക്കെ നന്നാക്കി കൊടുക്കണം കേട്ടോ. ചേമ്പും കുമ്പളങ്ങി, ഒരു കഷ്ണം കുമ്പളങ്ങി ഇട്ടിക്കണം. നല്ല വെളിച്ചം തന്നെയാണ്, എന്നാലും ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ലൈറ്റ് കുറവാണ് തോന്നും. ഈ ചേമ്പും കുമ്പളങ്ങയും ഒക്കെ കുക്കർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ചേമ്പും കറി കുമ്പളങ്ങയൊന്നും ഇട്ടിട്ടില്ലെങ്കിലും വെറും മഞ്ഞൾ മുളക് ഇട്ടാൽ മതി കേട്ടോ. ഒരു തക്കാളി, മുളക് പൊടി, നല്ല എരിവില്ല മുളകും പൊടി കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സ്പൂൺ നിറച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 1/2 സ്പൂണ് മഞ്ഞളും പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് വെള്ളം പറന്നിട്ട് അങ്ങോട്ട് 2-3 വിസിലടുപ്പിച്ച്. നല്ല കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ പൊടിക്കാറ്റുണ്ടാവൂലേ? ആവശ്യത്തിൻ്റെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇന്ന് അടച്ച് വെച്ച് 2-3 വിസിലടുപ്പിച്ചിട്ട് കേട്ടോ. പിന്നെ ഒന്ന് കടുക് ഇറക്കുക. കറിവേപ്പിലൊക്കെ ഇട്ടൊരു കടുക് ഇറക്കുക. നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തേക്കാണ്. ലേശം പുളി കേട്ടോ. വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കണമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ അതിലാണ് വെന്ത് പുളിയൊക്കെ ആയിക്കോളും. ഒറ്റക്കജ്ജോണ്ട് അടച്ചാൽ ഇങ്ങനെ കറിയില്ലേ? ഫോണോട് വെച്ചിട്ട് അടക്കട്ടെ. ശരിയായിക്കണം കേട്ടോ. നമ്മളെ ഗ്യാസ് അടുപ്പ് മക്കളെ പുതിയ അടുപ്പ് ഇപ്പോൾ വാങ്ങിയത് അറിഞ്ഞില്ല ഞാൻ. ഇതിന് കണ്ടില്ലേ ഒരു കറുപ്പ് ഇങ്ങനെ വരിക. ഇങ്ങനെ വരൂലല്ലോ. പാത്രത്തിൻ്റെ മൂട്ട് കൂടിയൊക്കെ ഇങ്ങനെ കരി പിടിച്ച.
ഫ്ലെയിം നല്ല വന്നിട്ട് എന്താ അറിയില്ല. ഇനിയിപ്പോൾ ഈ അടുപ്പ് എന്താവും അറിയില്ല. അപ്പോൾ തന്നെ കൊണ്ടുപോയി വെക്കേണ്ടി വരുമോ തോന്നുക. നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. ഇനി അതുകൊണ്ട് എന്താ അറിയില്ല, ഈ അടുപ്പിന് ഒരു പ്രശ്നമില്ല. ഇതിങ്ങനെ കറുത്ത് വരുന്നുണ്ട്. അറിയുന്നോല് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എന്താണെന്നില്ല. ഇന്നലെ ഇടിച്ചൊക്കെ വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് ബാക്കിയുള്ളത് തൂമിച്ചാതെ കുടിച്ചൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതും ഉണ്ട് കേട്ടോ. ഇടിച്ചക്കപ്പേരി, ചേമ്പ് കറി, ലിവർ വരട്ടിയതും ഒക്കെ കേട്ടോ. ഇപ്പം നമ്മളെ ചേമ്പ് കറിയൊക്കെ ഇവിടെ വെന്തിക്കണം കേട്ടോ. നല്ലോണം വെന്ത് കലങ്ങിക്കണം. ഇനി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ചെറിയേമ്പ് ഇഷ്ടമല്ലോലുണ്ടോ മക്കളെ? ഇങ്ങനെ കറി വെച്ച് കൂട്ടാറുണ്ടോ? അപ്പോൾ കമൻ്റ് ഇടുകൊണ്ട് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ. നമ്മളെ കമൻ്റ് കാണുമ്പോഴല്ലേ നമ്മൾ വീഡിയോ ഇടുന്നതിലൊരു സന്തോഷമുള്ളൂ. ഇതൊന്ന് കടുക് ഇറക്കട്ടെ കേട്ടോ. ഒന്ന് തിളച്ചിട്ട് കടുക് ഇറക്കട്ടെ. കുമ്പളങ്ങി വെന്തിക്കണം. നമ്മളെ പെരിയിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങ കേട്ടോ. ഒരു ചക്കൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പടുവ മുളച്ചുണ്ടായതാണ് കുമ്പളങ്ങ. അപ്പോൾ എല്ലാവർക്കും വെട്ടി കഷ്ണം വെട്ടി എല്ലാവരും പെരക്കാർക്കും കൊടുത്തു. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അത് പിന്നെ ഞാൻ ആകെ ഒരു പ്രാവശ്യം വെച്ചിട്ടുള്ളൂ ഉണ്ടായിരുന്നു. ഇനി ഇത് ബാക്കിയുള്ളത് നുറുക്കി വെച്ചിക്കാം. ഒരു കറിക്കും കൂടി ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വേണ്ടി വരുമ്പോൾ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം ഇനി കറി ഒന്ന് കടുക് ഇറക്കട്ടെ. കറിയാക്കി കൂട്ടണമെങ്കിൽ അങ്ങനെ കൂട്ടാം. അല്ലെങ്കിൽ വെള്ളമില്ലാതെ ഇങ്ങനെ കൂട്ടാനാക്കിങ്ങാണ്ട് ചേമ്പും കൂട്ടാൻ അറിയണിട്ടിട്ടില്ലേ, പൂളക്കൂട്ടാൻ, അതുപോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കട്ടോ. ഏതായാലും തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ തന്നെ കാരണം കുറുകി വരുതേ. ഇപ്പം നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളെ വീഡിയോ കാണുന്നുണ്ട് മക്കളെ. നിങ്ങൾ കുറച്ച് കണ്ട് നിർത്തിപ്പോകരുത് കേട്ടോ. ഫുള്ളായിട്ടാണ് കാണുന്നുണ്ട്. ഒരു എന്താ രസം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഉണ്ടാക്കണം വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വേറെ ഓരോ പരിപാടി കൂടി അങ്ങനെ പോകും. ഇൻഷാ അല്ലാ ഒരു വട്ടം അതൊന്ന് ചെയ്യണം. ഒരു ആലിക്ക എന്ന് പറഞ്ഞൊരു കാക്ക പറഞ്ഞിരുന്നു എന്താ പറയുക രസത്തിൻ്റെ വീഡിയോ ചെയ്യുകൊണ്ട്. കടുക് പൊട്ടി കറിവേപ്പില ഇട്ടിട്ടുണ്ടോ. ചേമ്പൊന്നും കാണാമല്ലോ. ഒക്കെ അങ്ങോട്ട് വെന്തിട്ടും ചേമ്പൊക്കെ വെന്ത് കലങ്ങിയിട്ടും. ചേമ്പിനേക്കായി വേവ് കുമ്പളങ്ങ. കുമ്പളങ്ങ നല്ല മൂത്ത കുമ്പളങ്ങയാണ്. ഒരു 6 കിലോ ഉണ്ടാവും കേട്ടോ ഒരു കുമ്പളങ്ങ. കുഴിച്ചിട്ടൊന്നുമല്ല, അപ്പോൾ അടും മുളച്ചുണ്ടായതാണ്. അപ്പം അങ്ങനെ നമ്മൾ അടിപൊളി ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് അറിയാം, ഉണക്കമീൻ. നല്ല ഉണക്കൽ മാന്തളോ സ്രാവോ ഒക്കെ വേണ്ടീന്. അപ്പം ഞാൻ ഉണക്കലൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളെ ചേമ്പ് കറി റെഡി ആക്കണം കേട്ടോ. ഞാൻ കുളിച്ചാൻ പോട്ടെ. കുളിച്ചാൻ പോയൊക്കെ വരട്ടെ. അപ്പോൾ കുറച്ച് ലിവർ വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തുങ്ങാണ്ട് ചൂടാക്കുകയാണ്. ചേമ്പും കറിക്കൊക്കെ ഉണക്കമീനോ പച്ചമീനൊക്കെ വേണ്ടിയിരുന്നു. പച്ചമീൻ വന്നിട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയതില്ല. അപ്പോൾ ഇവിടെ കുറച്ച് എൻ്റെ 2 താത്താരൊക്കെ വന്നിരുന്നു. ഒരു അമ്മായി ഒരു താത്തയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഓരോട് അങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾക്ക് മീൻ വണ്ടിയൊക്കെ പോയി. അപ്പം ഒന്ന് ലിവറാണ്. ലിവറും ചേമ്പ് കറി, ഇടിച്ചക്ക ഉപ്പേരി,
അപ്പം മക്കളെ ചായ കുടിച്ചാൻ പോന്നിക്കാട്ടോ. ചായ ഒന്നുമില്ല. ഞാനവിടെ കിടക്കിയിരുന്നു. കുഞ്ഞോളം എന്തൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊന്ന് കഴിച്ചോക്കട്ടെ കേട്ടോ. കുഞ്ഞോള് കുറച്ച് നേരം ഇരിക്കണം അടുക്കളയിൽ വന്നിങ്ങനെ. ഞാനിന്ന് എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കുക വിചാരിച്ചിരിക്കണം. എന്തൊക്കെ കുഞ്ഞോളെ ഇതിൻ്റെ പേരെന്താ സംഭവം? ഈ സംഭവം എന്താ പറയാ? ലോഡഡ് ഫ്രൈസ്. ലോഡർ ഫ്രൈസോ? ഇതിക്ക് എന്താ കമ്മി ഉണ്ട് പറഞ്ഞ്? വെളുത്തുള്ളി സോസില്ലേ? രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി നമ്മളിത് കഴിച്ചട്ടെ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ്. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ കണ്ട് അപ്പം തന്നെ ഓഫാക്കി പോയത് കേട്ടോ. ഫുള്ളായിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അസ്സലാമു അലൈക്കും.